الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله. പിർസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശന ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് അള്ളാഹു അള്ളാഹുരെ ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടണു ചൊന്തു എല്ലാരൊട്ടികയും നസീഹത്ത് ആക്കിയുള്ള വസീയത്താക്കിയുള്ള അങ്ങനെ ഉള്ള നല്ല വിശ്വാസിമാരിൽ അള്ളാഹു ഞങ്ങളെ എല്ലാവരും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ക്ലാസ്സിൽ സ്വഹാബിമാരെ വിഷയമായിട്ടിക്കറ് ഞങ്ങൾ പഠിക്കുക സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വഹാബിമാരെ വിഷയത്തിലുള്ള ഞങ്ങളെ വിശ്വാസ എന്തരെ ഞങ്ങളെ അഖീദ എന്തരെ ചൊല്ലത്, അത് ഞങ്ങളെ വിശ്വാസത്തെ ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയമായിട്ടിക്കറ് സ്വഹാബിരങ്ങളെ വിഷയത്തിലുള്ള ഞങ്ങളെ വിശ്വാസ ചൊല്ലത്. അതിലെ കുറേ വിഷയമുള്ള ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടിന്ന ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ദലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പിന്നെ അങ്ങ് സ്വഹാബിമാരായിട്ടിക്കറാറ്. ആ നബിറൊട്ടിക്കുള്ള അങ്ങനെ സുഹബത്ത് അത് നിശ്ചിതമായ ഒരു ടൈം നമുക്ക് ഇസ്ലാം പടിപ്പാട്ടി തന്നിട്ടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടി തന്നിട്ടില്ല. അത് ഒരു ചെറിയ മിനിറ്റ് മാത്രം അങ്ങനെ നബിറൊട്ടിക ഇന്നെങ്കിൽ പോലും അങ്ങ് സ്വഹാബിമാരായിട്ടിക്കറാറ്, അങ്ങ് ഈ ഉമ്മത്തിൽ ശ്രേഷ്ഠരായ ആൾമാരായിട്ടിക്കറാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന ഒരു പലക്ക ഹദീസ് ഞങ്ങൾ പഠിച്ചിട്ടിരുന്ന, ലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിമാ വലാ നസീഫഹു. നിങ്ങളിൽ ഒരാൾ ഉഹുദ് ഗുഡ്ഡരത്രയും അല്ലാഹുര മാർഗത്തിൽ ബംഗാറ് ദാന ആക്കിയെങ്കും സദഖ ആക്കിയെങ്കും സ്വഹാബിമാർ ദാന ആക്കിയ ഒരു മുദ്രയുടെ തോലോ അത് എത്തല, വലാ നസീഫഹു അതര പാതി പോലും അത് ആവില്ല ചൊന്തല്ലും നബി തങ്ങ ചൊന്ന ഹദീസ് ഞങ്ങൾ ഇവിടെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് അതിലെ പിന്നൊരു ഭാഗം ഇട്ടിക്കറ് ഞങ്ങൾക്ക് പഠിക്കുകയുള്ളത്. എന്തുകൊണ്ടിട്ട് ഇട്ടിക്കറ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയം ഇത്ര സ്ട്രോങ് ആയിട്ട് സ്വഹാബിരങ്ങളെ വിഷയ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടിയേ? അതുകൊള്ള കാരണം ആ സ്വഹാബിരങ്ങളെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിലെ മുസ്ലിം വിഭാഗത്തിലെപ്പെട്ട ആൾമാർ വ്യത്യസ്തമായ അഭിപ്രായവും അല്ലെങ്കിൽ വ്യത്യസ്തമായ വിഭാഗത്തിലും ആയിത്തീർന്നാർ. അതുകൊണ്ട് ഇട്ടിക്കറ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഇതാ സ്വഹാബിരങ്ങളെ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ സേഫ് സോണിലുള്ളാർ. നിങ്ങളെ വിശ്വാസം ഇതിൽ നിന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നെങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നത്തിലെ വിശ്വാസത്തിൽ നിന്നിട്ട് പുറത്തൈട്ടിക്കറാറ് ചൊന്ന ഉലമാക്കന്മാർ ചൊല്ലുകൊള്ള കാരണം അതൈട്ടിക്കർ. അപ്പം അതിൽ പ്രധാനമായിട്ടും 4 വിഭാഗ ആൾമാരെ ഞങ്ങൾക്ക് കാണുക സാധ്യമുണ്ട്. ഈ 4 വിഭാഗ ആൾമാരെ ഞങ്ങൾ പഠിക്കുന്നത് 2 ഉദ്ദേശത്തിലായിട്ടിക്കർ. ഒന്നാമത്തെ ഉദ്ദേശ ഞങ്ങളെ വിശ്വാസം കൊണ്ടിട്ട, ഞങ്ങളെ പ്രവർത്തന കൊണ്ടിട്ട, ഞങ്ങളെ പലക്ക കൊണ്ടിട്ട ആ വിഭാഗത്തിൽ ഞങ്ങൾ പെട്ടുപോണുകുത്തീരാം, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഞങ്ങൾ പെട്ടുപോണുകുത്തീരാം. രണ്ടാമത്തേത് ഈ വിശ്വാസമുള്ള ആൾമാരൊട്ടിಗೆ ഞങ്ങൾക്ക് യാതൊരു കണക്ഷനും ഇക്കൊകുത്തീരാം. അതുകൊണ്ടിട്ട് ഈ വിഷയത്തെ ഞങ്ങൾ ഇത്രയും ഗൗരവത്തിൽ ഞങ്ങൾ പഠിക്കരുത്. ഷെയ്ഖുൽ ഇസ്ലാം
ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അയാളുടെ ലാമിയ ചൊല്ലെങ്കത്തെ ഒരു കവിതൽ അയാൾ ചൊല്ലത് കാണാം, ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു. ഹുബ്ബു സ്വഹാബ, സ്വഹാബിരങ്ങളെ ഇഷ്ടപ്പെടുക ചൊല്ലത് അത് എന്തെങ്കിലും ഒരു അമലറെ ഭാഗമായിട്ടല്ല, അല്ലെങ്കിൽ സ്വഹാബിരങ്ങളെ ഇഷ്ടപ്പെടുക അത് നല്ല, നിങ്ങൾക്ക് സ്വഹാബിരങ്ങൾ ഇഷ്ടപ്പെട്ടിരെങ്കിൽ കൂലി കിട്ടു, അങ്ങനെ മാത്രമല്ല, അത് മദ്ഹബ്, ഞങ്ങളെ അഖീദ, ഞങ്ങളെ വിശ്വാസതായിട്ടിരിക്കും. ഒരാൾ ഇന്ന സ്വഹാബിരനക്ക് ഇഷ്ടമല്ല, ഇന്ന സ്വഹാബിലിനക്ക് അയാളുടെ ചരിത്രം അത്ര നല്ലില്ല, അല്ലെങ്കിൽ ഇന്ന സ്വഹാബി അത്ര സരിയില്ല, അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ബിയാറ വന്നെങ്കിൽ അവൻ അഹ്ലുസുന്നത്തര അഖീദത്തെ അവന് പുറത്തേറ്റിക്കർ. അപ്പൊ അത്രയും ഗൗരവമില്ലെങ്കത്തെ വിഷയറ്റിക്കർ. അപ്പൊ ആറ് സ്വഹാബിരങ്ങൾ വിഷയത്തിൽ തപ്പിപ്പോയ വിഭാഗം ആറ്. ഒന്നാമത്തെ വിഭാഗ ചൊല്ലത് ഷിയാക്കന്മാരും അതേപോലെ മുഅ്തസിലത്തെ ആൾമാരായിട്ടിക്കറാർ. ഷിയ വിഭാഗത്തെ ആൾമാരും അതേപോലെ മുഅ്തസില വിഭാഗത്തെ ആൾമാർ, അത് ഇസ്ലാമിന്റെ ലോകത്തുള്ള രണ്ട് വിഭാഗമായിട്ടിക്കറ്. ഇൻഷാ അല്ലാഹ് ഈ ഷിയ അതേപോലെ മുഅ്തസില വിഭാഗം ഉണ്ടായ കാരണത്തെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്നെങ്കിൽ ക്ലാസ്സിലെ ലാസ്റ്റിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങളെ വിശ്വാസം എന്തേ? അങ്ങനെ വിശ്വാസം ചൊല്ലത് എല്ലാ സ്വഹാബിമാരും ചില സ്വഹാബിമാരെ പേര് ചൊന്നാർ. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അതേപോലെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു, അങ്ങനെ ചില സ്വഹാബിമാരെ പേര് ചൊന്നാർ. ഈ സ്വഹാബിമാർ അല്ലാത്തങ്ങ എല്ലാവരും മുർത്തദ്ദായിട്ടിക്കറാർ ചൊല്ലിന്റെ വിശ്വാസമുള്ള ആൾമാരായിട്ടിക്കറാർ. എല്ലാവരും ഒരേപോലെ അല്ല. ഷിയാക്കന്മാരിൽ പല വിഭാഗവും പല ഗ്രൂപ്പ് ആൾമാരും അങ്ങനെ കൂട്ടത്തിലുള്ളാർ. ചില ആൾമാർ ചൊല്ലത് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർ വഫാത്തിൽ പിന്നെ ഖലീഫ ആവണായത് അലി റളിയല്ലാഹു അൻഹു ആയിട്ടിക്കറ്. അയങ്ക അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അത് അലി റളിയല്ലാഹു അൻഹു കൊടുക്കാണ്ട് സ്വന്തത്തിൽ എടുത്താറ്. അങ്ങനെ വിശ്വാസം ഉള്ളാറ്. അങ്ങനെ കൂട്ടത്തിൽ ഗൗരവമുള്ള വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ആ നുബുവത്തുണ്ടല്ലേ, ആ നുബുവത്തുക്ക് യഥാർത്ഥത്തിൽ അർഹനായിട്ടിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിട്ടിക്കറ് ചൊന്തു പോലും വിശ്വസിക്കുന്ന ആൾമാർ അങ്ങനെ കൂട്ടത്തുള്ള. അപ്പൊ വ്യത്യസ്തമായ വിഭാഗം ഇട്ടിക്കറ്. അതിൽ അങ്ങനെ മൊത്തത്തിലുള്ള വിശ്വാസം ഇട്ടിക്കറെന്തേ ഈ ചൊന്നതായ കൊറിയ സ്വഹാബിമാർ മാത്രം ഇട്ടിക്കറാറ് യഥാർത്ഥമായ ദീനിലുള്ളത് ചൊന്തങ്ങളെ വിശ്വാസം ഇട്ടിക്കറ്. അപ്പൊ അങ്ങനെ വിശ്വാസത്തിൽ ഓരോ വിശ്വാസത്തിനനുസരിച്ച് ഓരോ ആൾമാരും ദീനറിൽ നിന്നിട്ട് ദൂരാവുറാറ് ചൊല്ലതായിട്ടിക്കറ് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കൂല്ലത്. ഇതിൽ സഹോദരന്മാരെ പ്രത്യേകമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കൂല്ലതായ വിഷയ, ഈ ഷിയാക്കന്മാരിൽ എല്ലാ വിഭാഗ ആൾമാർക്കും ഒരേപോലെ അർസമുള്ള മൂന്നാൾമാരുള്ള സ്വഹാബിമാരെ കൂട്ടത്തിൽ. അതിൽ ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്ന് ഞങ്ങളെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ഷിയാക്കളിൽ എല്ലാ വിഭാഗ ആൾമാർ, ഇതിൽ പല വിഭാഗ ആൾമാരുള്ള എല്ലാ വിഭാഗ ആൾമാർക്കും ഏറ്റവും കൂടുതൽ അർസ ഉള്ളത് മൂന്നാളട്ട ഏറ്റവും അർസ ഉള്ള ആളായിട്ടിക്കറാറ് മൂന്നാൾമാർ ചൊല്ലത്. ഞങ്ങൾക്ക് ഷിയാക്കന്മാരെ വിശ്വാസവും അങ്ങനെ അഖീദവും പഠിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കൂ സാധ്യവും. എവിടത്തോളം ഷിയാക്കന്മാരെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ചൊല്ലത് ഒരു കാലഘട്ടത്തിൽ മക്കയും മദീനവും ഞങ്ങളെ കൈക്ക് കിട്ടും. അങ്ങനെ മദീന ഞങ്ങളെ കൈക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ആക്കിയ രണ്ട് സ്വരത്തിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഖബർ, ആ ഹുജറത്തുള്ളിലേക്കതായ നബിരെ ഖബറെ അപ്പുറത്ത് രണ്ട് സ്വഹാബിമാരെ ഖബറുണ്ടു. ആ രണ്ട് ഖബറും ഞങ്ങൾ അവിടെ എടുത്ത് റിമൂവ് ആക്കിറ, അത് ഇല്ലാണ്ടാക്കിറ അവിടെ അതായിട്ടിക്കറ്. മദീന ഞങ്ങളെ കൈക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ആക്കിற സ്വര ഇത് ഷിയാക്കന്മാരെ വിശ്വാസമായിട്ടിക്കറ്. അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുരെ ഖബർ. അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലാർ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ രണ്ടാമത്തെ ചൊല്ലത് ഞങ്ങൾക്ക് മദീന കിട്ടിയിട്ടായെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹരെ ഖബർ ഞങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഖബറിൽ നിന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹരെ മയ്യത്ത് ഞങ്ങൾ എടുക്കാറുണ്ട്. ഇത് ഷിയാക്കന്മാർ എഴുതി വെച്ചതായിട്ടിക്കറ്. അതൊരു റെഫറൻസ് അല്ല, ചൊല്ലുടെ ഒരു മജ്ലിസ് അല്ലാത്ത സബുലു ഇത് നാണ് ചൊല്ലുള്ളു മാത്ര ആവശ്യം ആൾമാർ കേട്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കാട്ടും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹരെ ഖബർ മയ്യത്ത് ഞങ്ങൾ എടുത്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഞങ്ങൾ ശിക്ഷ നടപ്പിലാക്കുക. ഏത് ശിക്ഷ? ആ പണ്ട് മുനാഫിഖറങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേല് ഒരു വ്യഭിചാര ആരോപങ്ങാക്കിട്ടിരുന്നാർ റളിയല്ലാഹു അൻഹ. അതുകൊള്ള ശിക്ഷ ഞങ്ങൾ എന്താക്കുക?
ನಂಗೆ ನಡುಪುಲಾಕರ ಚೊಂತ ಅಂಗ ವಿಶ್ವಸಿಕ್கிறார் അല്ലെങ്കിൽ ಅಂಗ ಚೊಲ್ಡಾರ್ അങ്ങനെ ദിക്ർ നങ്ങ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഇട്ടല്ല നങ്ങ ദിക്ർ ചൊല്ലതുപോലെ അങ്ങ ചൊല്ലുന്ന ദിക്ർ ഇട്ടിക്കർ ആയിഷ ഫിന്നാർ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു നരകത്തിൽ ഇട്ടിക്കർ ചൊല്ല അങ്ങ ദിക്ർ ചൊല്ലതുപോലെ ചൊല്ലുന്ന ആൾമാർ ഇട്ടിക്കറാർ ഷിയാക്കമാർ എല്ലാ സ്വഹാബിരങ്ങളെ വിഷയത്തിലും അങ്ക് സമാനമായ നിലപാട് അല്ലെങ്കിൽ സമാനമായ ഒരു വിഷയം ഇട്ടിക്കർ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ചൊല്ല അപ്പോൾ ഇവിടെ നങ്ങ മനസ്സിലാക്കുള്ളത് ഇങ്ങ വിമർശിക്കുന്നതായ അല്ലെങ്കിൽ ഇങ്ങ വില കുറച്ച് കാണ്ടതായ സ്വഹാബിരങ്ങളെ വിഷയത്തിൽ ഇസ്ലാമുകു എന്തിനെ ചൊല്ലുള്ളേ നോക്കൊരു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടി തന്നിരെന്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ എത്ര ഹദീസുണ്ടു അബൂബക്കർ റളിയല്ലാഹുവിന്റെ മഹത്വവും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ശ്രേഷ്ഠതയും ചൊന്നതായ എത്രമാ ഹദീസ് നമുക്ക് കാണുക സാധ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാൾ ആയിഷ റളിയല്ലാഹു ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമട്ട കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലെ സഹാബിരങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് യാറെ ഇഷ്ടമുള്ളത് ആരെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമട്ട കേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു ആയിഷ നക്ക് യാറെ ഇഷ്ട ആയിഷ റളിയല്ലാഹു അൻഹ ಟಿಕರ್ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു ആ സഹാബി നിങ്ങളെ നക്ക് ഇഷ്ടമുണ്ട് ചൊല്ലുക വേണ്ടിയിട്ട് ബദലായി അയാൾ കേട്ടിട്ട് സുമ്മമൻ പിന്നെ ആറ് നബിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അബൂഹ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ ആയിഷരെ അബ്ബറൈറ്റിക്കർ നക്ക് പിന്നെ ഇഷ്ടമുള്ളത് ചൊന്തു അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാട്ടിത്തന്നതായിട്ടിക്കർ നബി തങ്ങളുടെ ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും അത് നമുക്ക് കാണുക സാധ്യമുണ്ട് ഇന്നുപാട്ട് നാണ് ചൊന്നതായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിരെ കവിതയിൽ നമുക്ക് കാണുക സാധ്യമായാൽ സഹാബിമാരെ വിഷയത്തിൽ അയാൾ ചൊല്ലു ഒലി കുല്ലിഹിം ഖദ്റുൻ അല വഫദായിലു സഹാബിമാർക്ക് എല്ലാവർക്കും അങ്ങനത്തെയായ സ്ഥാനമുണ്ട് അയങ്ങള ലക്കിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായതാർ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കർ അത് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരുക മുസ്ലിം ഉമ്മത്തിൽ ആർക്കും അതിന്റെ വിഷയത്തിൽ എന്തറില്ല തർക്കമില്ല സ്വഹാബിമാരെ നിങ്ങൾ പരിശോധിച്ചെങ്കിൽ സ്വഹാബിമാർ ചൊല്ലാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നതായ സദസ്സിൽ ഞങ്ങൾ സ്വഹാബിമാരെ ഇങ്ങനെ എണ്ണിയോ ഇന്ന ആറ് ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മർത്തബ അല്ലെങ്കിൽ അങ്ങനെ വിഷയത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചൊല്ലുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ഗണ്യോ ഇന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റേറ്റിന്ത് പിന്നെ എണ്ണിയത് ഉമർ റളിയല്ലാഹു അൻഹു റേറ്റിന്ത് പിന്നെ എണ്ണിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റേറ്റിന്ത് നബി തങ്ങ അത് കേട്ടോ ഇന്ത് നബി തങ്ങ എന്തും ചൊന്നോ ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യവരത് അത്രയും സ്ഥാനം അബൂബക്കർ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമഗു ഉണ്ടു ചൊന്തേറ്റിക്കർ അതിന്റെ വിഷയത്തിലുള്ള ഹദീസ് ഞങ്ങൾ പഠിക്കാം ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എന്തിനാ നോക്കോർണിങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ് നബി തങ്ങളെ ചങ്ങായി അല്ലെങ്കിൽ നബി തങ്ങളെ പിന്നെ ഒട്ടിಗೆ ഉള്ള ആള് ചൊന്ത അള്ളാഹു പരിചയപ്പെടുത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നത് അത് നമുക്ക് കാണുക സാധ്യവും ഇദ്ഹുമാ ഫിൽ ഗാരി ചൊന്തല്ല ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയത്തിൽ അവിടെ സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടിಗೆ ഉള്ള നബിയുടെ ചങ്ങായി ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നാൾ ചൊന്തു ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ഫി സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ സമ്പത്ത് കൊണ്ടിട്ടും നന്റെ ഒട്ടിಗೆ ഉള്ള സുഹ്ബത്ത് ചൊന്നെങ്കിൽ നന്റെ സഹവാസ കൊണ്ടിട്ടും നക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും യാറ നക്ക് മനസ്സിക്ക് സമാധാനം ഉള്ളത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലേറ്റിക്കർ അയാളുടെ സമ്പത്ത് നന്റെ സമ്പത്ത് പോലെ നക്ക് യൂസ് ആക്കുകയായിരുന്നു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കറിൻ ഖലീല അല്ലാഹു അല്ലാണ്ട് വേറെ ഒരാളുടെ ഖലീലായിട്ട് സ്വീകരിക്കും ഖലീൽ ചൊന്നെങ്കിൽ ചങ്ങായിപ്പാടിൽ ഏറ്റവും ടോപ്പ് ലെവലായിട്ട് ഖലീൽ ചൊന്ന ആ ഒരു ശ്രേഷ്ഠത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ആ ഖലീൽ ചൊല്ലെ ആ ഒരു പദത്തെ പണ്ഡിതന്മാർ ചൊല്ലത് ഒരു ഖലീലിനെ മാത്രം ഒരാൾക്ക് സ്വീകരിക്കുക സാധ്യമാണ് അപ്പം നബിതങ്ങ ചൊല്ലെ അള്ളാഹു അല്ലാണ്ട് നാണ് അള്ളാഹുരെ ഖലീലായിട്ട് നാണ് സ്വീകരിച്ചത് അള്ളാഹു അല്ലാണ്ട് വേറൊരാളുടെ ഖലീലായിട്ട് നക്ക് സ്വീകരിക്കുക ആവറുണ്ടായെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല അബൂബക്കർ റളിയല്ലാഹു അൻഹുരെ നാന് ഖലീലായിട്ട് അക്സെപ്റ്റ് ആക്കാത്ത ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നത് ഹദീസിൽ നമുക്ക് കാണുക സാധ്യം. അപ്പോൾ ഇതെല്ലാം
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനവും മഹത്വവും നമുക്ക് പഠിപ്പാട്ടി തണ്ടതായ ഹദീസായിട്ടിക്കർ. അപ്പൊ അത് ചില ആൾമാര് ചൊല്ലത് കൊണ്ടിട്ടു ആ സ്ഥാനവും ആ മഹത്വവും ഇല്ലാണ്ടാവില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബായി കൊണ്ടിട്ടു കേട്ടതായിട്ടിക്കർ. പറഞ്ഞാല് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങ എല്ലാവരും ഒരു ഗുഡ്ഡര മേല് പത്തിട്ടിന്നാർ. ആ ഗുഡ്ഡര മേല് പത്തിയ സന്ദർഭം ഉഹുദ് മലര മേൽ അങ്ങ് പത്തിട്ടിന്നാർ. ആ ഉഹുദപ്പ ഷേക്കാവു തുടങ്ങും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദരൊട്ടിಗೆ ചൊല്ലിട്ടു, യാ ഉഹുദ് ഉസ്കുത് യാ ഉഹുദ്, ഉഹുദ് നീ തെല്ಲು മുണ്ടതെ, വഫീക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മേൽ നബിയുണ്ടു, അതായത് നിന്റെ ഈ ഗുഡ്ഡര മേൽ ഒരു നബിയുണ്ടു, ആ നബിരെ സിദ്ദീഖ് അഥവാ അബൂബക്കർ ഉണ്ട്, അതേപോലെ ഷഹീദാൻ രണ്ട് ഷഹീദുമാറുള്ളാർ അഥവാ അബൂബക്കർ ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങ ഇതിരെ മേലുള്ളാറ് ചൊത്ത് ഉഹുദരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലത് ചില ഹദീസിൽ നമുക്ക് കാണുക സാധ്യവರು. അപ്പൊ ഇങ്ങനെയെಲ್ಲ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പലക്ക കൊണ്ടിട്ടെ അല്ലെങ്കിൽ നബിരെ സ്വഹാബിമാർ ചൊന്ന പലക്ക കൊണ്ടിട്ടെ നമുക്ക് ആ സ്വഹാബിമാരെ സ്ഥാനവും അങ്ങനെ മഹത്വവും നമുക്ക് ഇവിടെ കാണുക സാധ്യത. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സ്വഹാബിരങ്ങളിടലും എന്തില്ല, അഭിപ്രായ വ്യത്യാസം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഷിയാക്കന്മാർ ചൊല്ലതുപോലെ ഷിയാക്കന്മാരിൽ അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും പവർ കൊറോഡിയായ ഷർറ് കൊറോഡിയായ വിഭാഗമായിട്ടിക്കർ ചൊല്ലത് എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർ വഫാത്തിൽ പിന്നെ ഖലീഫ ആവണായത് അലി റളിയല്ലാഹു അൻഹു ആയിട്ടിന്ത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കും അവർ അതിലൊന്നും പ്രോബ്ലം ഇല്ല. കാരണം അത് അങ്ങനെ ഒരു അഭിപ്രായമല്ലേ എന്തേ, നബിൽ വഫാത്തിൽ പിന്നെ അലി റളിയല്ലാഹു അൻഹു ഖലീഫ ആവണ അത് അങ്ങനെ വെറും ഒരു അഭിപ്രായം മാത്രമല്ല, അതൊന്നും തൊന്തരയില്ലാണ്ട് നമുക്ക് ഫീൽ ആവും. മാത്രം അങ്ങനല്ല, അത് അഹ്ലുസുന്നത്തിന്റെ അഖീദ പ്രകാരം അതൊരു വലിയ ഒരു തപ്പേട്ടിക്കർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർ വഫാത്തിൽ പിന്നെ സ്വഹാബിരംഗ ബെർദഗ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ഖലീഫായിട്ട് സെലക്ട് ആക്കിയറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവന കാലഘട്ടത്തിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ആവണു ചൊല്ല രൂപത്തിൽ സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തത് നമുക്ക് കാണുക സാധ്യവർ. അതിൽപ്പെട്ട ഒന്നായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഷാറില്ലാത്ത ആ സന്ദർഭത്തിൽ പല്ലിൽ നിസ്കരിക്കുക വേണ്ടിയിട്ട് നിൽക്കുന്ന സന്ദർഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ലിക്ക് പോണുകു ആവില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ കൂട്ടത്തിൽ ആരെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കുക വേണ്ടിയിട്ട് സ്വഹാബിരങ്ങളുടെ ചൊല്ലത് നമുക്ക് കാണുക സാധ്യത. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കൊണ്ടുണ്ടായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചൊല്ലത്. ആയെങ്കില അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ലാത്ത സബലു ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കുക റെഡി ആവുമ്പോഴത്തേക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അഗ്രി ആക്കില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കുക വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലത് നമുക്ക് കാണുക സാധ്യ ഒരു ചരിത്രത്തിൽ. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കുക പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിಗೆ ಎಂಟರ್ ಅವರು രണ്ട് സ്വഹാബിമാരെ കുഞ്ചിൽ കൈവച്ചിട്ട് നബി തങ്ങ ബണ്ട ചരിത്രം ನಂಗೆ ಗೊತ್ತುಂಟು. ആ ബണ്ട സന്ദർഭത്തിൽ നബി വന്നിട്ട് ചൊന്ത അലി അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താക്കറ് പെറവ് ബണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിരെ കൈ കൊണ്ടിട്ടു ഇഷാര കാട്ടർ അല്ലെങ്കിൽ സൂചന കാട്ടർ നിങ്ങമേ നിക്കോറു ചൊന്തു. അപ്പൊ ഇതെല്ലാം അഹ്ലുസുന്നത്തിനെ ഇമാമിങ്ങ അല്ലെങ്കിൽ അവിടെ നബി തങ്ങളെ ആ വഫാത്തിൽ പിന്നെ ഇന്ന സ്വഹാബിമാർ അങ്ങ് മനസ്സിലാക്കിയത് എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഖലീഫ ആവണായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിട്ടിക്കർ ചൊന്തേ. പിന്നെ ഒരു ഹദീസ് കാണാം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരു നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ദച്ചിട്ടിന്ത്. ആ ദെക്കര സന്ദർഭത്തിൽ ചമ്മ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ട ബണ്ടാർ. അതിൽ ഒന്നാമതായിട്ട് ബണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിട്ടിക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബന്നപ്പോൾ നബി തങ്ങ അബൂബക്കർ റളിയല്ലാഹു അൻഹു എൻ്റർ ആവുക പർമിഷൻ കൊടുക്കറു. അയാളുടെ ചൊല്ലു അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു വലക്കൽ ജന്ന, നിങ്ങക്ക് സ്വർഗ്ഗം ഉണ്ടു ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ബണ്ട് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പലക്ക ചൊല്ലു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബണ്ട് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പലക്ക ചൊന്ത് ചൊല്ലു, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടു, ആയെങ്ക ആ സ്വർഗത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കണം, അവർ ത്യാഗ സഹിക്കണം അവർ. അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹാദത്തായിട്ടിക്കർ അവിടെ ഉദ്ദേശിച്ചേ ചൊല്ലു. പിന്നെ ഒരു സന്ദർഭത്തിൽ ഒരു സ്വഹാബി കിനാവ് കാണ്ട്. എന്തിനാ കിനാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായാൽ പിന്നെ ആകാശത്തെ ഒരു ബല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീലിട്ടു.
ഫസ്റ്റ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ബല്ലി പിടിച്ചിട്ട് ആകാശത്തേക്ക് പോണ്ട്, അല്ലെങ്കിൽ മേല് പോണ്ടു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ ബല്ലി പിടിച്ചിട്ട് മേലുക്ക് പോണ്ടു. മൂന്നാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ബല്ലി പിടിക്കുമ്പോൾ ആ ബല്ലി കട്ടവറും. പിന്നെ ആ ബല്ലിരെ അറ്റാച്ച് ആക്കിയിട്ട് കെട്ടിട്ടേറ്റിക്ക് പിന്നെ പത്തി പോണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് സ്വഹാബി രംഗ ചൊല്ലാർ, ഇങ്ങനെ ഒരു കിനാവ് നിങ്ങൾക്ക് കണ്ടു നബിയെ. അപ്പം അതെന്തരെ ആ കിനാവ് കൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂരെന്തരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പിന്നെ ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ ഉണ്ടാവണായത് ഈ ഒരു ഓർഡറിലായിട്ടിക്കറ് ചൊന്തായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് അതിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ. അപ്പം അത് ക്ലിയർ ആയിട്ടിക്കറ് സഹോദരന്മാരെ, അതിൽ യാതൊരു സംശയവുമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലൊരു പലക്ക കാണാം, കുന്നാ നഖൂലു വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിൽ ഇക്കുമ്പത്തുക ഞങ്ങൾ ചൊന്നോ ഇന്ന അഫ്ളലു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാനു സുമ്മ അലി. നബി തങ്ങൾ ഹയാത്തിൽ ഇക്കുമ്പത്തേക്ക് ഞങ്ങൾ ചൊന്നോ ഇന്ന ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ടിക്കറ്, പിന്നെ ഉമറും പിന്നെ ഉസ്മാനും പിന്നെ അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇങ്ങനെ ടിക്കറ് ഞങ്ങൾ ചൊന്നോ ഇന്ന ഫയബ്ലുഗു ദാലിക അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യൻകിറുഹു. നബി തങ്ങൾക്ക് അത് എത്തിയോ ഇತ್ತು, ഞങ്ങൾ അങ്ങനെ ചൊന്നുരാച്ചൊന്ന് നബിക്ക് ഗൊന്തായോ ഇತ್ತು. അങ്ങനെ ഗൊന്തായ സന്ദർഭത്തിൽ അങ്ങനെ അല്ല, അലി റളിയല്ലാഹു അൻഹു ഫസ്റ്റ് പറഞ്ഞായിത്തിണ്ടായെങ്കിൽ നബി തങ്ങ എന്താക്കണ ഇತ್ತು അവിടെ ചൊല്ലണ ഇತ್ತು. അബൂബക്കർ അല്ല ഫസ്റ്റ് അലി. കാരണം സുമ്മ ചൊല്ല പലക്കത്തെ അർത്ഥ പിന്നായിട്ടുള്ള അർത്ഥത്തിലായിട്ടിക്കറ്, ആൻഡിട്ടുള്ള അർത്ഥമല്ല സുമ്മകുള്ളത്. സുമ്മ ഒന്നിൽ പിന്നെ പിന്നൊന്നു പിന്നൽ പിന്നെ അതിൽ പിന്നെ ചൊല്ല അർത്ഥം ഇട്ടിക്കറ്. അപ്പൊ ആ സ്വഹാബി രംഗ ചൊന്നത് ഫസ്റ്റ് അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയില്ല ಅಂತ ഒപ്പോസ് ആക്കിയില്ല, നബി തങ്ങ അതിനെ എതിർത്തോ ഇല്ല ಅಂತ. ಅದರ ಅರ್ಥ ಅದು ನಬಿ ತಂಗ ಎಂದಾಕಿ ಇಂತು ಅಂಗೀಕರಿಸೋ ಇಂತು ಚೊಂತೈಟಿಕ್ಕರು നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടിക്കറ് സഹോദരന്മാരെ, ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ഉള്ളത് ഈ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇൻകൈട്ടിക്കറ്. അതിരെ ഈ ഷിയാക്കന്മാരെ വിഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തെ ആൾമാരും അങ്ങ ഒന്നടങ്ക എതിർത്ത വിഷയമായിട്ടിക്കറ് ഫസ്റ്റ് ഇസ്ലാം ഈ ഉമ്മത്തിൽ സ്ഥാനമുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലിയ വിഷയത്തിൽ എല്ലാവരും ഒട്ടിಗೆ എതിർത്തതായ ഒരു വിഷയമായിട്ടിക്കറ്. അപ്പം അതുകൊണ്ടിട്ടു അതായിട്ടിക്കറ് ഒന്നാമത്തെ വിഭാഗ ചൊല്ലത്. അതിലൊട്ടിಗೆ ഞങ്ങൾ മനസ്സിലാക്കണായത് ഈ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുള്ള സ്ഥാന വെറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തിമാർക്ക് ചൊന്ന സ്ഥാനത്തിൽ മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിൽ സഹാബിമാരെ സ്ഥാന വ്യത്യസ്തമായ രൂപത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് കാണാൻ സാധ്യവും. അതിൽ ഒന്നാമത്തെ സ്ഥാനം ഉള്ളത് മുഹാജിർ രംഗായിട്ടിക്കറ്. സ്വഹാബിരങ്ങൾ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ശ്രേഷ്ഠരായ ആൾമാർ മുഹാജിർമാരായിട്ടിക്കറാറ്. ഖുറാന്റെ ആയത്തും ഹദീസും എല്ലാം ഞങ്ങൾ പരിശോധിച്ചെങ്കിൽ മുഹാജിർ രംഗലെ അൻസാർ സഹാബിമാരാണ്ടി യാറ ശ്രേഷ്ഠ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് ഞങ്ങൾക്ക് കാണുക സാധ്യവും. പിന്നെ അൻസാറുമാരായ സ്വഹാബിമാരായിട്ടിക്കറാറ്. അപ്പം ഈ മുഹാജിർ രംഗലെ ചൊല്ലുമ്പോൾ അവിടെ ആറ് ഇൻക്ലൂഡ് ആയാറ്? അബൂബക്കറും ഉമറും ഉസ്മാനും അലി റളിയല്ലാഹു ഓൾറെഡി അതിലും വന്നാറ്. പിന്നെ ഈ മുസ്ലിം ഉമ്മത്തിൽ അൻസാറുമാരായ സ്വഹാബിൽ പിന്നെ സ്ഥാനമുള്ളത് അൽ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരായിട്ടിക്കറാറ്. ആ 10 സ്വഹാബിമാരിലും ആറുള്ളാറ് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹു. അതേ ഓർഡറിൽ അങ്ങ് അവിടെയും അങ്ങ് ഉള്ളാറ് ചൊല്ലതായിട്ടിക്കറ്. പിന്നെ ഈ ഉമ്മത്തിൽ സ്വഹാബിമാർ പിന്നെ മുഹാജിറുമാർ അശറത്തുൽ ബഷീറിന് കല്യങ്ങ് പിന്നെ ഈ ഉമ്മത്തിൽ ശ്രേഷ്ഠമായത് അഹ്ലു ബദർ, ബദറിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സ്വഹാബിമാരായിട്ടിക്കറാറ്. അശറത്തുൽ ബഷീറിന് ചൊല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ 10 സ്വഹാബിമാരെ പേരെടുത്ത് ചെന്നതായിട്ടിക്കറ അശറത്തുൽ ബഷീറിൻ. ഈ 10 സ്വഹാബിമാർ മാത്രം ഡയറക്റ്റ് സ്വർഗത്ത് കണ്ടല്ല, നബി സംഘ അതല്ലാത്ത സന്ദർഭത്തിൽ സ്വർഗ സന്തോഷ വാർത്ത കൊടുത്ത വേറെ സ്വഹാബിമാരുള്ളാർ. അത് മാത്രമല്ല, അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹു വേറെ ഒരു പ്രത്യേകത ഉണ്ട്, അങ്ക് സ്വർഗം ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്ക ചൊന്നരല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു 7 പട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നരു വ്യത്യസ്തമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് സ്വർഗം ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു 5 പട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നരു നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് ചൊന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഷഹീദാവുറാറ് ചൊന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തമായ സന്ദർഭത്തിൽ സൂചന കൊടുത്തു. അപ്പൊ അവിടെയും ഇൻകെന്തുണ്ട് ശ്രേഷ്ഠത്തുണ്ട്, സ്ഥാനമുണ്ട്. അപ്പൊ ഏത് നിലക്ക് നോക്കിയിട്ടായെങ്കിലും ഈ ഉമ്മത്തിലെ സ്വഹാബിമാര് വ്യത്യസ്തമായ സ്ഥാനം. ചില സ്വഹാബിമാര് ചിലപ്പോൾ മുഹാജിർ രംഗലെ കൂട്ടത്തിൽ ഇക്കുവാർ, ചില സ്വഹാബിമാർ അശറത്തുൽ ബഷീറിൽ ഇക്കുവാർ. ഇതിൽ പിന്നെ വേണ്ടതാറ് അശറത്തുൽ ബഷീറിനെ കഴിഞ്ഞെങ്കിൽ പിന്നെ ഉള്ളത് അഹ്ലു ബദർ ആയിട്ടിക്കർ.
ബദർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സഹാബിമാരായിട്ടിക്കാറ്. പിന്നെ മൂന്നാമത്തെ സ്ഥാനത്തിൽ പണ്ട് അവിടെയും ആറുള്ളാറ് അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെയും ഉള്ളാറ്. ബദർ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു ഇല്ല. അയെങ്കില ബാക്കി അങ്ങ് മൂന്നാൽ ഷിയാക്കന്മാർ വിമർശിക്കർ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നിട്ട് തപ്പിപ്പോയ ബിദഅത്ത് ആൾമാർ വിമർശിക്കർ ഈ മൂന്ന് സഹാബിമാർ അവിടെയും ഉള്ളാറ്. പിന്നെ ഉള്ളതാര്, പിന്നെ അതിൽ ശ്രേഷ്ഠമായത് പിന്നെ ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരെ ശ്രേഷ്ഠത നമുക്കൊത്തുണ്ട്. അങ്ങനെ മഹത്വം എന്തര് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ലഅല്ലല്ലാഹു ഇത്തല അലാ അഹ്ലി ബദർ ഫഖാല ഇഅ്മലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അള്ളാഹു റസൂൽ ചൊല്ലത് ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരെ നോക്കിയിട്ട് അള്ളാഹു ചൊന്ന എന്തര് ഇഅ്മലു മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടിയ പോലെ നിങ്ങൾ ജീവിക്കൊറുണ്ട്. അതായിട്ടിക്കറ നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ ആക്കോറ്, ഞാൻ നിങ്ങൾക്ക് എന്താക്കിര എല്ലാം മാഫാക്കി തന്നരായിട്ട്. നിങ്ങൾ എന്താക്കിയെങ്കിലും നിങ്ങൾക്ക് എന്തില്ല ശിക്ഷയില്ല, നിങ്ങൾക്കെല്ലാം ನಾನು മാഫാക്കി തന്നത്. അതല്ലേ ഫത്ഹ് മക്കത്തെ 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തിൽ യുദ്ധത്തിക്ക് പോകേണ്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഫത്ഹ് മക്കത്തേക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഒട്ടിಗೆ എന്നൊരു സ്വഹാബി എന്താക്കറ് ഒരു ലെറ്റർ കടത്തರು മക്കത്തുള്ള അയാളുടെ കുടുംബത്തിന്, ഇതാ ഞങ്ങൾ ഇങ്ങനെ യുദ്ധത്തിക്ക് വന്നോല്ല നിങ്ങത്തിൽ ജാഗ്രത കുറിച്ചൊന്നു. ഇസ്ലാമിക നിയമപ്രകാരം അത് അണ്ടത്തെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അണ്ടത്തെ ഒരു നിയമപ്രകാരം അത് വലിയ ഒരു തപ്പായിട്ടിക്കറ്, ശിക്ഷ കിട്ടുന്ന തപ്പായിട്ടിക്കറ്. അയെങ്കില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് ചൊന്ത് അയാളുടെ കൊല്ലുകയൽ ഉമർ റളിയല്ലാഹു അൻഹു റെഡി ആയിട്ടിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ത് ഇല്ല എന്തും ആക്കുകയില്ല. കാരണം എന്തേ അയാൾ ബദർ യുദ്ധത്തിൽ എന്താക്കിട്ടിന്ത് പാർട്ടിസിപ്പേറ്റ് ആക്കി. ആ ഒരേ ഒരു കാരണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാരിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആക്കോറ് ചൊന്നൂർ. ആ ഗ്യാരണ്ടി കിട്ടിയിട്ടും സ്വഹാബിരങ്ങ് എന്തും ആക്കിയിട്ടില്ല. അതായിട്ടിക്കർ അവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണമായത്. അത്ര ഗ്യാരണ്ടി കിട്ടിയിട്ടും സ്വഹാബിരങ്ങളെ കൂട്ടത്തിൽ ഈ ഫത്ഹു മക്കത്തെ സന്ദർഭത്തിൽ ഈ ഒരു സ്വഹാബിര വിഷയത്തിൽ ഒരു വിഷയം ഞങ്ങൾ കേൾക്കറാണ്ടല്ലാണ്ട് ബാക്കി 313 സ്വഹാബിമാരെ വിഷയത്തിൽ അല്ലെങ്കിൽ 315 സ്വഹാബിമാരെ വിഷയത്തിൽ അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് കേൾക്കുക സാധ്യമില്ല. അതായിട്ടിക്കർ സ്വഹാബിമാർ ഏതായെങ്കിലും ഞാൻ ചൊന്നത് അഹ്ലു ബദറിന്റെ വിഷയം വരുമ്പോൾ അവിടെയും ആറുള്ളാറ് അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളാർ. പിന്നെ ഉള്ളത് അഹ്ലു ഉഹുദായിട്ടിക്കർ ഉഹുദിൽ പങ്കെടുത്ത സ്വഹാബിമാർ. ആ ഉഹുദിൽ പങ്കെടുത്ത സ്വഹാബിമാരായിട്ടിക്കറാറ് പിന്നെ സ്വഹാബിമാരെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ അവിടെയും ആറുള്ളാറ് അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളാർ. പിന്നെ ഈ മുസ്ലിം ഉമ്മത്തിൽ ശ്രേഷ്ഠമായത് ഹുദൈബിയത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർ. ബൈഅത്തു റിദ്വാൻ അഥവാ ഒരു മരത്തെ തണലിൽ ബൈഅത്തു റിദ്വാൻ നടന്നത്. അതല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്തുള്ള ആൾമാരട്ട് മുണ്ടോക്ക് വേണ്ടി കടത്തിട്ടിന്ത്. ആ സന്ദർഭത്തിൽ മക്കത്തുള്ള ആൾമാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നുറാറ് ചൊന്ന ഒരു ന്യൂസ് വന്നപ്പ സ്വഹാബിരങ്ങ നടത്തിയതായ ഒരു കരാർ അവിടെയും മാറുള്ളാറ് അബൂബക്കറും ഉമറും പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓൾറെഡി അയാളുടെ വിഷയത്തിലായിട്ട് കരാർ നടക്കുന്ന അയാളും എന്തായാലും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പൊ ഞാൻ ചൊല്ലുക ഉദ്ദേശിച്ചത് ചില സ്വഹാബിമാരെ പേര് ഞങ്ങൾ എടുത്തെങ്കിൽ ഈ ചൊന്ന 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ എന്താക്കാറ് ചില സ്വഹാബിമാർ പെടുറാറ്. ചിലപ്പോൾ ബദറിൽ പങ്കെടുത്തിട്ട് അയക്കുവാറ്, അല്ലെങ്കിൽ അഷറത്തുൽ ബഷീറിൽ ഇക്കുവാറ്, അല്ലെങ്കിൽ ഉഹുദിൽ പങ്കെടുത്തങ്ങായിട്ടിക്കുവാറ്, അല്ലെങ്കിൽ ഹുദൈബിയത്തിൽ പങ്കെടുത്തങ്ങായിട്ട് ഏതെങ്കിലും ഒന്നിലായിട്ടിക്കറ് യാറത്തെ സ്വഹാബിമാർ പെടുറ്. അയെങ്കില അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും ഈ 5 കാറ്റഗറിയിലും അങ്ങനെത്തുള്ളാറ് അങ്ങ് ഉള്ളാറ് ചൊന്തയിട്ടിക്കറ്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായ സ്വഹാബിമാരായിട്ടിക്കറ് ഈ ചൊന്നതായ വിഭാഗത്തെ ആൾമാർ എന്താക്കരുത് അങ്ങനെ പറയറ് മാത്രമല്ല അങ്ങനെ വിഷയത്തിൽ വേണ്ടാത്ത വേർഡ്സ് യൂസ് ആക്കരുത് ചൊല്ലത് ഈ സ്വഹാബിമാരെ വിഷയത്തിലെത്തിക്കറ്. അപ്പൊ ഇത് ഒന്നാമത്തെ വിഭാഗം. ഇസ്ലാമിൽ നിന്നിട്ട് അഹ്ലുസുന്നത്തിലെ സ്വഹാബിമാരെ വിശ്വാസത്തിൽ നിന്നിട്ട് തപ്പിപ്പോയ ഒന്നാമത്തെ വിഭാഗ ഇങ്ങയിട്ടിക്കറാറ് ചൊന്തയിട്ടിക്കറ്. രണ്ടാമത്തെ വിഭാഗ ഇതേ ഷിയാക്കന്മാരിൽപ്പെട്ട ആൾമാർ. അങ്ക് വേറെ സ്വഹാബിമാർ ആരും പ്രോബ്ലം ഇല്ല. അങ്ക് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ മാത്രം ഇട്ടിക്കറ് അങ്ങനെ പ്രോബ്ലം. അങ്ങനെ ചില സ്വഹാബിമാർ മാത്രം ഇട്ടിക്കറ് അങ്ങനെ പ്രോബ്ലം ചൊന്തു ഞങ്ങൾക്ക് കാണുക സാധ്യം. ഈ വിഷയത്തിൽ ഉടൻ ഞങ്ങൾക്ക് മനസ്സിലാക്കൂല പിന്നൊരു വിഭാഗ ആൾമാരുള്ളാർ. ആറ് ഇതിലൊട്ടിಗೆ ഞങ്ങൾ ആഡ് ആക്കൂല വിഭാഗ ഇട്ടിക്കറ് ഖവാരിജിരംഗം. ഖവാരിജിരംഗും സ്വഹാബിരങ്ങളെ വിഷയത്തിലുള്ള അങ്ങനെ വിശ്വാസം ശരിയല്ല. അങ്ങ് സ്വഹാബിരങ്ങളെ കൂട്ടത്തിൽ ചില സ്വഹാബിമാരെ മാത്രം അങ്ങനെ വിശ്വാസം സരിയിട്ട് വിശ്വസിച്ചാറ്, ചില സ്വഹാബിമാരെ വിശ്വാസം ശരിയല്ല അങ്ങ് ഇസ്ലാമിൽ ഇല്ലാണ്ട് പോലും ഖവാരിജിരംഗ ചൊന്നാറ് ഇണ്ടും ഖവാരിജിരംഗ വിശ്വസിക്കുന്നത് അതായിട്ടിക്കറ്. മൂന്നാമത്തെ വിഭാഗ ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രം വിമർശിക്കുന്നതായ വിഭാഗ ആൾമാർ.
അത് ഷിയാക്കന്മാരും അല്ലാത്തെങ്കും അതിൽ ഇൻക്ലൂഡഡ് ആയിരാറ് ചൊന്തൂടെ നമുക്ക് മനസ്സിലാക്കൂ സാധ്യം. അതേപോലെ നാലാമത്തെ വിഭാഗം ചൊല്ലത് അങ്ങ് അഹ്ലുബൈത്തരെ പ്രത്യേകമായിട്ടും അഹ്ലുബൈത്തരെ വിമർശിക്കുന്നതായ ആൾമാരായിട്ടിക്കാറ്. അഹ്ലുബൈത്ത് ചൊന്നിട്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുടുംബത്ത് കയറ്റിക്കറ് അഹ്ലുബൈത്ത് ചൊല്ലത്. അഹ്ലുബൈത്തരെ വിഷയത്തിൽ ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കുമ്പോഴത്തേക്കും രണ്ട് വിഭാഗ ആൾമാരെ ഞങ്ങളെ റായത്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ഇടയിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. ചില ആൾമാർ അഹ്ലുബൈത്തരെ വിഷയത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുടുംബത്തെ വിഷയത്തിൽ ഓവറായിട്ട് അങ്ങനെ വിഷയത്തിൽ പോയ ആൾമാരുള്ളാർ. രണ്ടാമത്തെ ഭാഗത്ത് അഹ്ലുബൈത്തിക്ക് ഒരു പ്രാധാന്യത്തെയും ഇല്ലാണ്ടും ചില ആൾമാർ എന്താക്കിറാറ് മനസ്സിലാക്കിറാർ. ഇത് രണ്ടും എന്തല്ല, രണ്ടും ശരിയല്ല. അങ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തതായ ചമ്മ സ്ഥാന ഈ അഹ്ലുബൈത്തര സ്വഹാബിമാർ ഉണ്ടുണ്ടു ഫസ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ 6 അഹ്ലുബൈത്ത് ചൊന്തു ഒരു 2 പോയിന്റ് ചൊന്തു ഞങ്ങളെ നെക്സ്റ്റ് വിഷയത്തേക്ക് ഞങ്ങൾ എൻ്റർ ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് പ്രകാരം അഹ്ലുബൈത്ത് ചൊന്നിട്ടായെങ്കിൽ കുല്ലുമൻ തഹ്റുമു അലൈഹി സ്വദഖ, സ്വദഖ ഹറാമായതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട കയറ്റിക്കാറ് അഹ്ലുബൈത്ത് ചൊന്തു ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യം. അപ്പോൾ 6 ഈ അഹ്ലുബൈത്ത് ഒന്നാമതായിട്ട് അഹ്ലുബൈത്തിൽ ഇൻക്ലൂഡഡ് ആവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പെഞ്ഞായിമാറായിട്ടിക്കാറ്. ഒന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പെഞ്ഞായിമാറായിട്ടിക്കാറ്. അതുകൊള്ള ദലീൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അത് പഠിക്കാം. രണ്ടാമത്തേത് നോക്കൂ, 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മക്ക, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ എല്ലാ മക്കവും എന്തായിട്ടിക്കാറ് അഹ്ലുബൈത്തായിട്ടിക്കാറ്. മൂന്നാമതായിട്ട് ഈ 2 വിഭാഗവും അഹ്ലുബൈത്ത് ചൊല്ലു ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്. അത് ഹിജാബുമായി ബന്ധപ്പെട്ട് നുസൂലായതായ ആയത്തായിട്ടിക്കർ. ആ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പെഞ്ഞായിമാരെ വിഷയത്തിൽ അള്ളാഹുടെ ചൊല്ലത് അഹ്ലുൽ ബൈത്ത് ഇട്ടിക്കർ, നബിയുടെ കുടുംബായിട്ടിക്കർ. അപ്പം ചില ആൾമാർ ഈ നഗലറായത്ത് അഹ്ലുബൈത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾമാർ നബിയുടെ പെഞ്ഞായിമാർ എന്താക്കില്ല അഹ്ലുബൈത്തിൽ അങ്ങ് പലപ്പോഴും ഇൻക്ലൂഡ് ആക്കില്ല. ചില ആൾമാർ നബിയുടെ പെഞ്ഞായിമാർ അഹ്ലുബൈത്തിൽ പെട്ടങ്ങായിട്ടിക്കറാറ് ചുന്തൂടെ അങ്ങ് മനസ്സിലാക്കുള്ളൂ. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മക്ക. 3, 4 അഹ്ലുബൈത്തിൽ പെട്ട വിഭാഗാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ബോബ. ഇത് ഞങ്ങൾ മനസ്സിലാക്കണേട്ടിക്കർ. കാരണം ഇതെന്തൊക്കെ മനസ്സിലാക്കണം ചൊന്നെങ്കിൽ ഞങ്ങളെ റായത്ത് ചില ആൾമാർ മനസ്സിലാക്കിയത് ഒരാൾ അഹ്ലുബൈത്ത് ചൊന്നെങ്കിൽ ഞങ്ങളെ റായത്ത് തങ്ങന്മാർ സീതന്മാർ ചൊല്ലാർ. അപ്പോൾ ഒരാൾ അഹ്ലുബൈത്തിൽ പെട്ടെങ്കിൽ പിന്നെ എല്ലാം ഐത്തുണ്ടായിട്ടിക്കർ ചില ആൾമാർ മനസ്സിലാക്കരുത്. ഒരാൾ അഹ്ലുബൈത്ത പിന്നെ അയാൾ എന്താക്കിയെങ്കുമാവും, അയാൾ താടി ബടിച്ചെങ്കുമാവും, അയാൾ നെര്യാണിക്ക് കീഴിൽ ഡ്രസ്സ് വലിച്ചോ പോയെങ്കുമാവും, അയാൾ സ്വർഗത്തിലുണ്ടായിട്ടിക്കർ ചില ആൾമാർ എന്താക്കരുത്, ചില ആൾമാർ മനസ്സിലാക്കരുത്. അത് കേട്ടിക്കരുതെന്നാ ചൊല്ല. അഹ്ലുബൈത്തിൽ പെട്ട 3, 4 വിഭാഗാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുഞ്ഞാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ബോബ, അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അബ്ബ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹിഷാം അബ്ബ അബ്ദുൽ മനാഫ്, അബ്ദു മനാഫുകു 4 മക്കയിന്നാർ. ആ 4 മക്കളിൽ 2 മക്ക അങ്ങനെ കുടുംബ അഹ്ലുൽ ബൈത്തിൽ പെട്ടങ്ങായിട്ടിക്കാണ്. അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. യാരത്തെ ആൾമാരും അത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ ചില ആൾമാരിക്കാർ. ഒന്നാമത്തേത് അതിൽ ബനു ഹാഷിം ആയിട്ടിക്കർ. ബനു ഹാഷിം ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ബോബരെ എന്തേ അബ്ബ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹിഷാം, അതേപോലെ ഹാഷിം, അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫുകു 4 മക്ക ഉള്ളാർ. ആ 4 മക്കൾ ഒന്നായിട്ടിക്കർ ഹാഷിം. ആ ഹാഷിമുറെ കുടുംബ കംപ്ലീറ്റ് എന്തിനായിട്ടിക്കർ അഹ്ലുബൈത്തായിട്ടിക്കർ. അപ്പോൾ ആ ഹാഷിമുറെ കുടുംബത്തിലായിട്ടിക്കർ 6 പെട്ടത് അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു. നിങ്ങൾ 6 പെട്ടങ്ങായിട്ടിക്കറാറ് ആ അഹ്ലുബൈത്തിൽ പെട്ടങ്ങായിട്ടിക്കറാറ്. അപ്പം ഈ അർത്ഥത്തിൽ ഞങ്ങൾ നോക്കുന്നുണ്ടായെങ്കിൽ ഒരാൾ അഹ്ലുബൈത്തിൽ പെട്ടത് കൊണ്ടിട്ട് അയാൾ രക്ഷപ്പെടണുണ്ടായെങ്കിൽ അബ്ദുൽ മുത്തലിബും അതിലെ പെട്ട ആളായിട്ടിക്കർ അല്ലേ. അതേപോലെ അബൂ താലിബും അതിലെ പെട്ട ആളായിട്ടിക്കർ, അബൂ ജഹലും അതിലെ പെട്ട ആളായിട്ടിക്കർ അല്ലേ, ഈ കുടുംബത്തിൽ പെട്ട ആളായിട്ടിക്കർ. അപ്പം അഹ്ലുബൈത്തിൽ പെട്ടത് കൊണ്ടിട്ട് ഒരാൾ എന്താവില്ലേ അയാൾ രക്ഷപ്പെടുക പോണില്ല. അതിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായിട്ട് പഠിപ്പാട്ടിയത്
നമുക്ക് കാണുക സാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസെ ആ വിഷയത്തിൽ ഉണ്ടു ചൊന്തൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണേറ്റിക്കർ. അപ്പോൾ ഇതായിട്ടിക്കർ അള്ളാഹുയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ ചൊന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെ മഹത്വത്തെ ചൊല്ലത് നമുക്ക് ചമ്മജാഗൽ നമുക്ക് കാണുക സാധ്യം. അപ്പൊ ചില ആൾമാർ ഈ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആൾമാർ ഉള്ളാർ, അഹ്ലുബൈത്തിനെ പ്രത്യേകമായിട്ട് വിമർശിക്കുന്ന ആൾമാർ, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ അഹ്ലുബൈത്തിൽ നിന്നിട്ട് ഭർത്താക്കരതായ ആൾമാർ, ആയിഷ റളിയല്ലാഹു അൻഹ അഹ്ലുബൈത്തിൽ പെടില്ല ചൊന്ന ആൾമാർ, അതേപോലെ അതുക്ക് ചില ദഈഫായ അല്ലെങ്കിൽ മൗദൂആയ നിർമ്മിതമായ ഹദീസെല്ലാം ചില ആൾമാർ ചൊല്ലത് നമുക്ക് കാണുക സാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ ചൊന്നത് നമുക്ക് കാണുക സാധ്യവರು. അഹ്ലുബൈത്തിക്ക് ഇസ്ലാമിൽ എന്തുണ്ട്? ഇസ്ലാമിലും സ്ഥാനമുണ്ട്. ചില ആൾമാർ മനസ്സിലാക്കുക അഹ്ലുബൈത്തിക്ക് എന്തില്ല, സ്ഥാനം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നബിയുടെ കുടുംബ ചൊന്നിട്ടൊരു പ്രത്യേകമായ ഒരു കുടുംബം അങ്ങനത്തെ ഒരു പ്രത്യേകത ഇല്ലാണ്ട് ചില ആൾമാർ എന്താക്കാറ് മനസ്സിലാക്കാറ്. അത് ശരിയല്ല. നബിയുടെ കുടുംബത്തിക്ക് എന്തുണ്ട്? ഇസ്ലാമിലും പ്രത്യേകമായ ഒരു സ്ഥാനം ഉണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ടിക്കർ ഫസ്റ്റ് ചൊന്നത് എന്തിരെ അങ്ക് സ്വതക്ക് എന്തിരായിട്ടിക്കർ ഹറാമായിട്ടിക്കർ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പിന്നെ ചൊന്ന ചമ്മ ഹദീസും ചില സന്ദർഭമെല്ലാം നമുക്ക് ഹദീസിൽ കാണുക സാധ്യമാണ്. കൂടെ നോക്കൂ, ഒരു നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിര ഔത്തുകു ಬಂತು. ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തുകു ಬಂತು. അങ്ങനെ ഔത്തുകു വന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേപോലെ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങളെല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുണി ഉൾഗാക്കിയിട്ട് നബി തങ്ങ ചൊന്തു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തത്ഹീറാ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലെ ഈ ഖുർആന്റെ ആയത്തെ കുറിച്ചുണ്ട്, ഇന്നമാ യുരീദുല്ലാഹ് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ലിയുദ്ഹിബ അൻകുമുർ റിജ്സ നിങ്ങളിൽ നിന്നിട്ട് വേണ്ടാത്തതിനെ ദൂരാക്കുക അല്ലാഹു എന്താക്കറ ഉദ്ദേശിച്ചറ. അഹ്ലൽ ബൈത്ത് അഹ്ലുൽ ബൈത്തിൽ പെട്ടങ്ങളെ വയുതഹിറക്കും തത്ഹീറ അല്ലാഹു നിങ്ങളെ ശുദ്ധിയാക്കുക ഉദ്ദേശിച്ചറ ചൊന്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൊന്നതായി ഈ ആയത്തിനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് നമുക്ക് കാണുക സാധ്യമാണ്. അപ്പോൾ ഇത് അഹ്ലുൽ ബൈത്തിലെ പ്രാധാന്യത്തിൽ പെട്ടതായിട്ടിക്കർ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിലെ വിഷയത്തിൽ ചൊന്ന ഒരു പലക്ക നമുക്ക് കാണുക സാധ്യവർ. അയാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ചൊല്ലെ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് സ്വഹാബിരങ്ങളെ വിഷയത്തിൽ വിമർശിക്കുന്നതായ ആൾമാർ ചൊല്ലാറ് അലി റളിയല്ലാഹു അൻഹുക്ക് കിട്ടണായ ഖിലാഫത്തിനെ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തേണ്ടായിട്ടിക്കറങ്ങ ചൊല്ലത്. ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലൊരു പലക്ക കാണാം. അയാൾ ചൊല്ലു, വല്ലദീ നഫ്സി ബിയദിഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ അൻ അസില മിൻ ഖറാബതി. അയാൾ ചൊല്ലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഖറാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുടുംബ ഇട്ടിക്കറ് അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുടുംബത്തെ ഒട്ടിಗೆ ಬಂಧ ഉണ്ടാക്കുന്നത് ಇಟ್ಟಿಕರ ನಕ್ಕೆ ನಂಡ ಕುಟುಂಬತ್ತೊಟ್ಟಿಗೆ ಬಂಧ ഉണ്ടാക്കുന്നത് ರಾಂಟಿ ನಕ್ಕೆ ಇಷ್ಟ ಅಂದ್ರೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಕುಟುಂಬತ್ತೊಟ್ಟಿಗೆ ಬಂಧ ഉണ്ടാക്കുന്നത് ಇಟ್ಟಿಕರು ಚೊಂತು മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊന്ന ഹദീസ് നമുക്ക് ഒരു പലക്ക നമുക്ക് കാണുക സാധ്യമാണ്. അങ്ങനെ ഓരോ സ്വഹാബിമാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവട്ടു അതല്ലെങ്കിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടു ഇങ്ങനത്തെ ಎಲ್ಲ പലക്ക ചൊന്നത് നമുക്ക് ചമ്മ ജാഗൽ നമുക്ക് കാണുക സാധ്യമാണ്. അപ്പോൾ ഞാൻ ഉപ്പാട്ട് ചൊന്നതുപോലെ ഇങ്ങെല്ല അഹ്ലുൽ ബൈത്തിൽ പെട്ടങ്ങ ഇട്ടിക്കറാർ. അയെങ്കിൽ അഹ്ലുൽ ബൈത്തിൽ പെട്ടങ്ങ ആയതുകൊണ്ടിട്ട് ഒരാൾ എന്താവില്ല ഒരിക്കലും രക്ഷപ്പെടുക പോകണം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തെ നമുക്ക് ചൊന്തേണ്ടത് നമുക്ക് കാണുക സാധ്യമാണ്. അയാൾ ചൊല്ലു മൻ അബ്തഅ ബിഹി അമലുഹു ഒരാൾ അയാളുടെ അമല് കൊണ്ടിട്ട് അയാൾ സ്ലോ ആയി അമല് കൊണ്ടിട്ട് എന്തായിട്ടില്ല അവನು സ്പീഡിലില്ല, അവൻ്റെ നിസ്കാരമില്ല, അവൻ്റെ ഇബാദത്തിൽ അവന് ബാക്കുള്ള, അവൻ്റെ ഈമാന് സരിയില്ല, അവൻ്റെ വിശ്വാസം സരിയില്ല. അങ്ങനെയുള്ളവരാൽ ലം യുസ്രി ബിഹി നസബുഹു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്കേറ്റിക്കർ. അതായത് ഒരാൾ അമല് കൊണ്ടിട്ട് പെറവുണ്ടു അയാളുടെ നസബ് കൊണ്ടിട്ട് അയാളുടെ കുടുംബ പരമ്പര കൊണ്ടിട്ട് അയാൾ എന്താവുകയില്ല, അയാൾക്ക് രക്ഷപ്പെടുക സാധ്യയില്ല ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അങ്ങനെ രക്ഷപ്പെടണുണ്ടായെങ്കിൽ ആര് രക്ഷപ്പെടണേന്ത്? നൂഹ് നബി അലൈഹിസ്സലാം മോണ് രക്ഷപ്പെടണേന്ത് അല്ലെ? നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുട്ട ചൊല്ല അള്ളാഹുവെ നീനക്കൊരു വാഗ്ദാനത്തെ തന്നര നീന് നന്റെ ഒരിക്കലും നഷ്ടക്കാരിൽ പെടുത്തില്ല ചൊന്നൊരു വാഗ്ദാനത്തെ തന്നര ഇതാ നന്റെ മോണ് മുങ്ങുകു പോയുള്ള ഇന്നഹു മിന്നഹ്ലി നന്റെ കുടുംബത്തിൽ പെട്ടവണായിട്ടിക്കറ മോണുണ്ട്. അപ്പം അള്ളാഹു എന്തൊരു ആൻസർ ആക്കിരെ ഇന്നഹു ലൈസ മിൻ അഹ്ലിക് എന്തരല്ല നിന്റെ കുടുംബത്തിൽ പെട്ടവണല്ല നിന്റെ മോണുണ്ടായിട്ടിക്കർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി കുടുംബത്തിൽ പെട്ടവണല്ല ചൊന്നെങ്കിൽ നൂഹ് നബിയുടെ സ്വന്തം മോണായിട്ടിക്കർ.
അതിന് അള്ളാഹുവിടെ ചൊന്നതിന് ഉദ്ദേശം എന്തരേ? നിങ്ങളെ ആദർശത്തിലും നിങ്ങളെ വിശ്വാസത്തിലും നിങ്ങളെ മോണില്ലെങ്കിൽ അവനെന്തരല്ല, നിങ്ങളെ കുടുംബത്തിലല്ല. അപ്പൊ എത്ര വലിയ തങ്ങന്മാരായെങ്കും എത്ര വലിയ സയ്യിദ് കുടുംബമാ ഞങ്ങൾ എന്ത് പേരിട്ട് ഞങ്ങൾ അതിനെ വിളിച്ചിട്ടായെങ്കും റായത്ത് തങ്ങന്മാർ ചൊന്തി എല്ലാ ചമ്മ തങ്ങന്മാരെ ഞങ്ങൾക്ക് കാണുക സാധ്യവർ. അപ്പൊ അതിൽ ഏത് തങ്ങന്മാരായെങ്കും അങ്ങനെ സ്ഥാനത്തെയും അങ്ങനെ മഹത്വത്തെയും നിശ്ചയിക്കർ എന്തരേ? അങ്ങനെ നബിരെ കുടുംബ ചൊന്ന സത്ത് എന്താവില്ല, അങ്ങനെ സ്ഥാനം അങ്ക് സ്ഥാനവും മഹത്വം കിട്ടില്ല. അങ്ങനെ വിശ്വാസ, അങ്ങനെ പ്രവർത്തന, അങ്ങനെ സ്വഭാവ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയതായ വിശ്വാസത്തും നബി തങ്ങ പഠിപ്പാട്ടിയതായ സ്വഭാവത്തൊട്ടികയും യോജിച്ചിട്ടില്ലെങ്കിൽ മാത്ര എന്തിനാവൂരേ അങ്ങ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന സ്ഥാനം അങ്ക് കിട്ടേ, അല്ലെങ്കിൽ അത് കിട്ടില്ല. എൻ്റെ അങ്ങനെ റായത്ത് തങ്ങന്മാർക്ക് ഭയങ്കര സ്ഥാനമാണ് കൊടുക്കുന്നത് കൊണ്ട് തപ്പില്ല. മാത്രമാ ആ തങ്ങന്മാർ അങ്ങനെ വിശ്വാസം എന്തരേ, അങ്ങനെ അഖീദ എന്തരേ, അങ്ങനെ കർമ്മ എങ്ങനെ ഉണ്ടു അതിരെ വിഷയം എന്തോ ആൾമാർ എന്താക്കില്ല, തിങ്കാക്കില്ല. അങ്ങ് താടി വെച്ചിറല്ലേ ഏറ്റവും ചുരുങ്ങിയത് ഒരു തങ്ങ ചൊന്നേണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുള്ള ആൾ ചൊന്നെങ്കിൽ എന്തേ വേണം അയാൾക്ക്? അയാളുടെ മുഖത്തൊരു താടി വേണം, അയാളുടെ പാൻറ്റ് നിര്യാണിക്ക് മേല് വേണം. ഇതില്ലാത്ത ഒരാൾ നാണ് നബിയുടെ കുടുംബത്തിലുള്ളോണു ചൊന്നത് കൊണ്ടാണ് അയാൾക്ക് എങ്ങനെ മഹത്വം കിട്ടുക, അയാൾക്ക് എങ്ങനെ സ്ഥാനം കിട്ടുക? അതൊരിക്കലും കിട്ടുക പോണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര പരിശോധിച്ചെങ്കിൽ എല്ലാവരും നല്ല മുത്തഖീമാരെ മാത്രമായിട്ടിന്നാറുണ്ട് നമുക്ക് ഒരിക്കലും ചൊല്ലുക സാധ്യമല്ല അല്ലേ? അതുകൊണ്ടായിട്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലിയർ ആയിട്ട് അത് പഠിപ്പാട്ടി തന്തരേ, മൻ അബ്തഹ ബിഹി അമലുഹു, നിങ്ങളെ അമൽ കൊറോടി ഉണ്ടാ ലം യുസ്രി ബിഹി നസബുഹു, ഇന്ന കുടുംബത്തിലുള്ള ആൾ ചൊന്തു വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കും സാധ്യമല്ല, നിങ്ങൾക്ക് സ്ഥാനവും നിങ്ങൾക്ക് മഹത്വവും കിട്ടുകയും സാധ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലിയർ ആയിട്ട് പഠിപ്പാട്ടിയത് നിങ്ങൾക്ക് കാണുക സാധ്യവും. അതുകൊണ്ടിട്ട് ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുകയില്ലേ ഒരു പ്രധാനപ്പെട്ട എന്നൊരു വിഷയത്തിക്കൊരു ചൊന്തു ഉടനാണ് ചൊല്ലുക ആഗ്രഹിക്കുന്നത്. നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവിതത്തിൽ നടന്ന് ಇದಕ್ಕೆ ಸಮಾನമായ ಚಮ್ಮ ಸಂಭವത്തെ ഞങ്ങൾക്ക് കാണുക സാധ്യവും. ഇൻഷാ അല്ലാഹ് ನಾನು ಅದು ಚಮ್ಮ ഡീറ്റെയിൽ ആയിട്ട് ಅದಕ್ಕೆ ನಾನು പോണില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അത് ആവശ്യം ഇല്ലെങ്കിൽ പിന്നൊരു സന്ദർഭത്തിൽ ഞങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളത് ഈ ചൊന്നതായ വിഭാഗ ആൾമാർ ഇങ്ങ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ വിശ്വാസത്തിൽ നിന്നിട്ട് തപ്പിപ്പോയ എനിക്കത്തെ ആൾമാരെ ഇട്ടിക്കാറ് അങ്ങനൊട്ടിക്ക് ഞങ്ങൾക്ക് എന്തില്ല, ഒന്നും അങ്ങനെ വിശ്വാസ ഞങ്ങൾക്കില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് അസ്സഹാബത്തു കുല്ലുഹും അദൂൽ, സ്വഹാബിമാർ എല്ലാവരും അങ്ങ നീതിമാന്മാരായിട്ടിക്കാറ്. സ്വഹാബിരങ്ങളെ വിഷയത്തിൽ ഞങ്ങൾ എന്താക്കുകയില്ല, ചർച്ചയാക്കുകയില്ല. ഇനി സ്വഹാബിരങ്ങളുടെ ഇടയിൽ നടന്ന എന്തെങ്കിലും തർക്കമാ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ നടന്ന യുദ്ധ അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ഇല്ലാണ്ടല്ല അത് ഉണ്ടായിരുന്നു. അത് ഉണ്ടായതിന്റെ വിഷയത്തിൽ അതെന്ത് അങ്ങനെ നടന്നേ, അത് ശരിയല്ലല്ലേ, അതിന്റെ വിഷയത്തിൽ ചർച്ചാക്കുന്ന ആവശ്യകത ഞങ്ങൾക്ക് ഇല്ല ചൊന്തയിട്ടിക്കർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ സ്വഹാബിരങ്ങളെ എന്തും വേണ്ടാത്തത് നിങ്ങൾ എന്താക്കൂ തീരാ ചൊല്ലുക തീരാ. അങ്ങനെ സ്വഹാബിരങ്ങളുടെ ഇടയിൽ ഇങ്ങനെല്ലാം നടക്കുകൊണ്ടു ചൊന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിര് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. അല്ല അതുക്കുള്ളൊരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിര് തന്നൊരു ചൊന്തയിട്ടിക്കറ് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളത്. അങ്ങനെ നോക്കൂ, നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബാരയും സ്വഹാബിമാരുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ആൾമാർ വിമർശിക്കുന്നതായ പിന്നൊരു സ്വഹാബിയായിട്ടിക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിക്ക് അയാൾ തന്റെ ഹദീസിന്റെ കണക്ക് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. 5000 ചില്ലറ ഹദീസ് ഈ ഉമ്മത്തിക്ക് തന്നെ ഒരു ആളായിട്ടിക്കർ അലി റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുരെ വിമർശിച്ചേണ്ടായെങ്കിൽ ഇണ്ട് ഇസ്ലാമിക ലോകത്ത് ഞങ്ങളെ വിശ്വാസത്തുക്കും ഞങ്ങളെ കർമ്മത്തുക്കും ഞങ്ങൾ യൂസ് ആക്കുന്നതായ എത്രമാ ഹദീസിരെ അങ്ക് വിമർശിക്കുക അവർ, അല്ലെങ്കിൽ ആ ഹദീസിരെ അങ്ക് തിരസ്കരിക്കുക അവർ. അതിന് വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങ് വിമർശിച്ചാർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പാട്ടിയതും ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്കത് മനസ്സിലാക്കൂ സാധ്യവും. അപ്പോൾ ഉടനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ നെനപ്പുക കൊമ്പുന്നത് ഈ വിഷയ ഐട്ടിക്കർ ഇസ്ലാമിക ലോകത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ സ്വഹാബിമാരെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാനം ഒരു വ്യക്തിയെ എടുക്കണമെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം ഉള്ളത് അത് അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ അലി
റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതിൽ യാതൊരു ചേഞ്ചസും ഇല്ല ചൊല്ലതേറ്റിക്കർ. അങ്ങനെ ഞങ്ങളെ റായത്തിലും ഇങ്ങനെ ഉള്ള വിശ്വാസം ഞങ്ങ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുക ഷിയാക്കന്മാർ ചെന്നെങ്കിൽ അങ്ങ് ലോകത്ത് ഏതാ ഒരു ഭാഗത്തുള്ള ആൾമാർ ആ വിശ്വാസം എന്തും ഞങ്ങളെ റായത്തേക്ക് എത്തിയിട്ടില്ലാണ്ട് ഞങ്ങൾ വിചാരിക്കുക. അങ്ങനല്ല. ഈ വിശ്വാസ പല രൂപത്തിലും ഞങ്ങളെ റായത്തിലും എന്തായോണ്ടുണ്ടു സ്പ്രെഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ റായത്തും ചില ആൾമാർ ഇങ്ങനെ വിശ്വസിക്കാർ. ചില ആൾമാർ അത് ചൊല്ലാർ. എന്തിരെ അബൂബക്കർ റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും സ്ഥാന ಯಾರ ഉള്ള ആറുകെ അലി റളിയല്ലാഹുവിനുಗೆ ചൊന്തു ഞങ്ങളെ റായത്ത് സുന്നി ചൊല്ലുടെ പേരിൽ അറിയപ്പെടുന്ന ആൾമാരെ ചില ആൾമാർ എന്താക്കാറ് അത് ചൊല്ലാർ. അതെന്തിനാ ഇട്ടിക്കർ ഈ ഷിയാക്കന്മാരെ സ്വാധീനം ഇട്ടിക്കർ അവിടെ ഞങ്ങൾക്ക് കാണുക സാധ്യവർ. അതുകൊണ്ട് ആ സ്വാധീനത്തിന് കാരണാവുണ്ടായെങ്കിൽ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് എന്തില്ല യാതൊരു ബന്ധവും അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. കാരണം എന്തേ? കാരണം ഇത് ഇട്ടിക്കർ അങ്ങ് സ്വഹാബിമാരെ പറയുന്ന ആൾമാർ, ഈ ഉമ്മത്തിലെ നേതാക്കന്മാരെ പറയുന്ന ആൾമാർ. എന്തുകാക ഈ ഉമ്മത്തിലെ നേതാക്കന്മാരെ പറയരേ? അത് അബ്ദുല്ലാഹിബ്നു സബഅ ചൊല്ലത്തെ ജൂതനായ വ്യക്തി, ആ വ്യക്തി അവന് തുടങ്ങി വെച്ച ഒരു ഫിത്ന ഇട്ടിക്കർ. കാരണം എന്തേ? സ്വഹാബിമാരെ വിമർശിച്ചെങ്കിൽ, സ്വഹാബിമാരെ വിഷയത്തിൽ ഡൗട്ട് വന്നെങ്കിൽ പിന്നെന്തില്ല ഈ ദീനുക്ക് അടിസ്ഥാനം ഇല്ല. കാരണം ഈ ദീൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് സ്വഹാബിമാരെ ഇട്ടിക്കറാർ. അപ്പൊ ഈ വിശ്വാസം നിങ്ങൾക്ക് എവിടെ കിട്ടിയേ? അത് സ്വഹാബിമാർ പഠിപ്പാട്ടിനെ. ആ സ്വഹാബിമാരെ സരിയില്ലാണ്ട് സ്ഥാപിച്ചെങ്കിൽ പിന്നെന്തില്ല ഈ ദീനുക്ക് പ്രസക്തി ഇല്ല. അതുകൊണ്ടിട്ട് അബ്ദുല്ലാഹിബ്നു സബഅ ചൊല്ലുടെ വ്യക്തി തുടങ്ങി വെച്ച ഫിത്ന ഇട്ടിക്കരുത് ഉണ്ട്. അവന്റെ പരമ്പരയിലുള്ള ആൾമാർ അതിരെ മുന്നോൽക്കൊമ്പോയുള്ളാർ. ആ ഫിത്നത്തിൽ ഞങ്ങളെ ആൾമാരും ഗുന്തിന്നിട്ടും ഇല്ലാണ്ടും എന്തായിരാറ് അങ്ങ് അതിൽ ഭാഗിയായിരാറ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ഒരു കാലത്തിൽ നടന്നതായി യുദ്ധവും അതേപോലുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല ചില ആൾമാർ ഭയങ്കര ഇറാൻ ഫാൻമാരായിരാർ. ഇറാന്റെ ഭയങ്കര ഫാൻ. അത് അവിടെ അങ്ങനെ ഇങ്ങനെ ഞങ്ങളേതായി ഒന്നാമത് ഞങ്ങൾ മനസ്സിലാക്കണായത് ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ കാര്യത്തിൽ അവനെന്താ കുത്തിയറാം, എപ്പോഴും അവൻ ഇടപെട കുത്തിയറാം. കാരണം ഞങ്ങളെ കൈകണ്ട് കിട്ടുന്ന ന്യൂസിലും 80% ന്യൂസും ഞങ്ങൾക്ക് ഒരു നിലക്കും ഗ്യാരണ്ടി ഇല്ലാത്തതായി ന്യൂസ് ആയിട്ടിക്കർ. അങ്ങനെ ഉണ്ടാ ഇല്ലിട്ട് ഞങ്ങൾക്ക് ഒരു നിലക്കും ക്ലാരിഫൈ ആക്കുകാവത്തെ വെരിഫൈ ആക്കാവാത്ത ന്യൂസ് ആയിട്ടിക്കർ ഞങ്ങൾക്ക് കിട്ടിയോ. അത് വെച്ചിട്ടായിട്ടിക്കർ ചില ആൾമാർ എന്താക്കറേ അത് അതിനെ ചർച്ച ആക്കിയിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിനെ അഭിപ്രായം ചൊന്നിട്ടു അങ്ങനെ ചില ആൾമാർ ആക്കിയുള്ളതായിട്ടിക്കർ. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇസ്ലാമിക ലോകത്തെ ചരിത്രം മനസ്സിലാക്കിയിട്ടായെങ്കിൽ ഈ ഷിയാക്കന്മാർ ചൊല്ലുടെ വിഭാഗ മുസ്ലിം ലോകത്ത് ഉണ്ടാക്കിയതായ ഫിത്ന, ഈ മുസ്ലിം ലോകത്തിൽ അങ്ങ് ഉണ്ടാക്കിയതായ ഉപദ്ര അത് ഒരു ക്ലാസ്സിലൊന്നും ചൊന്തു തീർക്കുക സാധ്യമില്ല. അത്രയും വലിയ ഉപദ്ര മുസ്ലിം ഉമ്മത്തിൽ ആക്കി വെച്ച് അങ്ങ് ഇട്ടിക്കറാണ്. ഇണ്ടും അങ്ങ് അത് ആക്കിയോണ്ടേ ഉള്ളാർ. ಇದರ ಚಮ್ಮೆ ಉದಾಹರಣೆಗೆ ನಾನು ಪೋಂಡ್ಲೆ. അപ്പം ഞങ്ങളെ അടിസ്ഥാന ചൊല്ലത് ನಾನು കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ഒരു സൂചനാ വിഷയത്തിൽ നടത്താൻ ഞങ്ങളെ അടിസ്ഥാന അഖീദ ഇട്ടിക്കർ, ഞങ്ങളെ വിശ്വാസ ഇട്ടിക്കർ. ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കുറേ നാളിൽ ഇവിടെ എന്തിര നടന്നുകൊണ്ടു അതും പാതി പാതി കട്ട ന്യൂസും പിടിച്ച ന്യൂസും വെച്ചിട്ടുള്ള ഞങ്ങളെ വിശ്വാസത്തെയും ഞങ്ങളെ പരലോകത്തെയും ഞങ്ങൾ തീരുമാനിക്കണമായിരുന്നു. ഞങ്ങളെ അടിസ്ഥാന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇട്ടിക്കർ. ആ ലാ ഇലാഹ ഇല്ലല്ലയും ആ വിശ്വാസത്തിലും ആറ് സരിയുള്ളാറ ഞങ്ങളൊട്ടിಗೆ ഞങ്ങൾ ഉള്ള അതേ ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് എന്തിരെ അലൈക്കും ബി സുന്നത്തി സുന്നത്തിൽ ഖുലഫാ ഇർ റാഷിദീൻ. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ കട്ടിപിടിക്കോറും അതേപോലെ എൻ്റെ ഖുലഫാ ഉർ റാഷിദീങ്ങളെ സുന്നത്തിനെയും നിങ്ങൾ കട്ടിപിടിക്കോറും. എന്തുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ സ്പെഷ്യലി ആഡ് ആക്കി ചൊന്ന് എന്തുകൊണ്ടിട്ടു? ഖുറാൻ്റെ ഒരു ആയത്തുണ്ട് അല്ലെങ്കിൽ ഒരു ഹദീസുണ്ട്, അതിരെ രണ്ട് ആൾമാർ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാർ. ഒരാൾ അതിരെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് അതിരെ നേരെ എതിരായിട്ട് പിന്നൊരാൾ അതിരെ വ്യാഖ്യാനിച്ചിട്ട്. അപ്പൊ ഏത് സരിയിട്ട് ഞങ്ങൾ എങ്ങനെ നോക്കണേ? സ്വഹാബിരങ്ങ ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കിറാറ്, സ്വഹാബിരങ്ങ ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കിറാറ്, അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് മൻഹജു സലഫ് ചൊല്ലി സലഫിറങ്ങളെ മാർഗ, സലഫിറങ്ങളെ മാർഗ ചൊന്നെങ്കിൽ സലഫിറങ്ങളെ മാർഗ ಅಂತಲ್ಲ, അത് സലഫിറങ്ങളെ മാർഗ, ഞങ്ങളെ സ്വഹാബിമാർ കാട്ടി തന്ന മാർഗ. ആ മാർഗ എല്ലാത്തിലും ഞങ്ങൾ ഫോളോ ആക്കണം. ഒരാൾ ചൊല്ലി ഞങ്ങൾക്ക് അങ്ങനെ മൻഹജു സലഫ് എന്തും ഞങ്ങൾക്ക് വേണ്ട. ഖുറാനിൽ എന്തുണ്ടാ അതിരെ ഞങ്ങൾ എടുക്കുക, ഹദീസിൽ എന്തുണ്ടാ അതിരെ ഞങ്ങൾ എടുക്കുക. അപ്പം ഞങ്ങൾ മനസ്സിലാക്കണം അവൻ്റെ അഖീദ് എന്തില്ല, അവൻ്റെ വിശ്വാസം എന്തില്ല, അത് ശരിയായിട്ടില്ല. കാരണം ഖുറാൻ്റെ ഒരാൾക്ക് എങ്ങനെയും മനസ്സിലാക്കാം, ഖുറാൻ്റെ ഒരു ആയത്തിന് അവനുക്ക് വേണ്ടിയ പോലെ എങ്ങനെ വേണമെങ്കിലും അവനുക്ക് എന്താക്കാം വ്യാഖ്യാനിക്കാം. ഹദീസിലൊരു പലക്ക വന്നിട്ടുണ്ടായെങ്കിൽ അവനുക്ക് വേണ്ടിയതുപോലെ അവനുക്ക് ഹദീസിൽ എന്താക്കാം വ്യാഖ്യാനിക്കാം. അപ്പം അവിടെ ഒരു മാനദണ്ഡ ഒരു മീഡിയമായിട്ട് മൻഹജു സലഫ് സ്വഹാബിരങ്ങളെ മാർഗ അവിടെ വേണം.
ആ സ്വഹാബിരങ്ങളെ മാർഗ ഏത്? അത് സ്വഹാബിരങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കിറാറ് അതുപോലെ മനസ്സിലാക്കി. ആ മൻഹജു സലഫൈറ്റിക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഞങ്ങൾ പരിശോധിച്ചിട്ടായെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഉലമാക്കന്മാരും പണ്ഡിതന്മാരും ഫോളോ ആക്കിയിട്ടുള്ളത് ആ മൻഹജു സലഫൈറ്റിക്ക്. ആ മൻഹജു സലഫിൽ നിന്നിട്ട് അപ്പുറം പോയിട്ടുള്ളതായ ഒരു പുതിയ രീതിയാ, പുതിയ രൂപമാ, അത് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പൊ ഇണ്ട് ഞങ്ങ പ്രത്യേകമായിട്ട് ഞാൻ ചൊല്ലത്, ഞങ്ങൾ ഓൺലൈനിൽ ചമ്മ ആൾമാരെ സ്പീച്ചെല്ലാം ഞങ്ങൾ കേൾക്കുക, എസ്പെഷ്യലി ഇംഗ്ലീഷിലുള്ള ചമ്മ സ്പീക്കേഴ്സ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ജാഗ്രത ആക്കണം. കാരണം ഇംഗ്ലീഷ് വേൾഡിൽ ഇംഗ്ലീഷിൽ സ്പീച്ച് ആക്കർ എത്രമാ ആൾമാർ ഈ മൻഹജ് ഫോളോ ആക്കാത്ത ആൾമാരായിട്ടിരിക്കാറ് യാരത്തിലും ഉള്ളത്. പ്രത്യേകമായിട്ട് പേരെടുത്ത് ചൊല്ലുക നുഅ്മാൻ അലി ഖാൻറെ പോലെ, മുഫ്തി മെങ്കറെ പോലെ ഉള്ള ആൾമാർ, അതേപോലെ ഉമർ സുലൈമാൻ, ഇങ്ങനെയുള്ള ആൾമാരല്ല ഇങ്ങനെ മൻഹജ് ഒരിക്കലും ഈ സ്വഹാബിമാരെ മൻഹജു സലഫ് ഫോളോ ആക്കിയിട്ടുള്ള മൻഹജ് അല്ല അങ്ങ് ഫോളോ ആക്കിയുള്ളത്. അത് അങ്ങനെ സ്പീച്ചസും അങ്ങനെ ക്ലാസ്സസും ഡീപ്പ് ഈ ഇറാൻ അതേപോലെ ഈ യുദ്ധത്തെ സന്ദർഭത്തിലുള്ള അങ്ങ് എടുത്ത സ്റ്റാൻഡ് എന്തുകൊണ്ടും അത് ഞങ്ങൾ പരിശോധിച്ചെങ്കിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. അവിടെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു അങ്ക്. കാരണം നാണീ ചൊന്ന ഈ സ്വഹാബിമാർ, ഇത്രയും ശ്രേഷ്ഠരായ സ്വഹാബിമാർ, അബൂബക്കർ ഉമർ അള്ളാന്റെ വിഷയത്തിൽ എന്തും ഒന്ന് രണ്ട് ഹദീസല്ല, ഞാൻ എല്ലാവരുടെ വിഷയത്തിൽ രണ്ട് ഹദീസ് മാത്രമേ ഈ ക്ലാസ്സിൽ ചൊന്നത്. എത്രമാ ഹദീസ് അങ്ങനെ ഫലായിലും അങ്ങനെ മഹത്വം വിശദീകരിക്കൽ ഹദീസ് ഞങ്ങൾക്ക് കാണുക സാധ്യമുണ്ട്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായ സ്വഹാബിമാരെ അങ്ങ് പരിചയപ്പെടുത്തരുത് റിജിസ് ഉണ്ടായിട്ടിക്ക്. റിജിസ് ചൊന്നിട്ടായെങ്കിൽ ഒരു വേണ്ടാത്തത് യൂസ് ആക്കരുത്, വേണ്ടാത്തത് ഒരു നജസ് ചൊല്ലുടെ അർത്ഥത്തിലായിട്ടിക്ക് ഈ ഷിയാക്കന്മാർ യൂസ് ആക്കരുത്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും ആ ഷിയാക്കന്മാർ ഞങ്ങളെ നേതാക്കന്മാർ അല്ലെങ്കിൽ ആ ഷിയാക്കന്മാർ വലിയ സംഭവമായിട്ട് ഒരാൾ ചൊല്ലുണ്ടായെങ്കിൽ അവൻ്റെ മൻഹജ് എത്ര ഉണ്ടു ചൊന്തു ഞങ്ങൾ എന്താക്കണം അവിടെ മനസ്സിലാക്കിങ്ങ. എത്ര ഇക്കും അവൻ്റെ മൻഹജ് സ്വഹാബിരങ്ങൾ ഒട്ടിക്കുക അവനിക്ക് എത്ര ഇഷ്ട ഇക്കും അല്ലെ. അബൂബക്കർ അലി അള്ളാഹുൻ ഉമർ അലി അള്ളാഹുനെ ഖബറെ അങ്ങനെ ഖബറിൽ നിന്നിട്ട് അങ്ങനെ മയ്യത്തര ഞങ്ങൾ പറത്തെടുക്കറാ ചൊല്ലുടെ ഷിയാക്കന്മാർ അല്ലെ. ആയിഷ റളി അള്ളാഹുനെ മയ്യത്തര ആ ഖബറിൽ നിന്നിട്ട് ഞങ്ങൾ പറത്തെടുക്കറാ ചൊല്ലുടെ ഷിയാക്കന്മാർ. അങ്ങനെ എത്ര എന്ത് മനുഷ്യന്മാരായെങ്കിലും ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തേക്ക് പ്രവേശിക്കുക ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് എന്താക്കും സാധ്യമില്ല, ഒരിക്കലും സപ്പോർട്ടാക്കാൻ സാധ്യമില്ല. ഞങ്ങളെ സ്വന്തം അബ്ബരെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിരൊട്ടിಗೆ ഞങ്ങൾക്കുള്ള നിലപാടെന്തിര്, ആ വ്യക്തിരൊട്ടിಗೆ ഞങ്ങളെ നിലപാടെന്തിര്. ആ അബ്ബരാൻട്ടിയും എത്രമാ ശ്രേഷ്ഠരായ ഞങ്ങളെ ദീനരെ നേതാക്കന്മാരായ കിത്ത് സ്വഹാബിമാർ അങ്ങനെ പറയുന്ന ഒരാളൊട്ടിಗೆ ഞങ്ങൾക്ക് എന്തൊരു നിലപാട് ഇട്ടിക്കറ് ഞങ്ങൾ സ്വീകരിക്കണമായത് ചൊന്തു ഞങ്ങളെ ബുദ്ധി വെച്ചിട്ട് ഞങ്ങളെ യുക്തി വെച്ചിട്ട് ഞങ്ങൾ എന്താക്കണം ചിന്തിക്കണമായിട്ടിക്കറ്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സസ് കേൾക്കുമ്പോഴത്തേക്കും പഠിക്കുമ്പോഴത്തേക്കും അല്ല, എസ്പെഷ്യലി ഇംഗ്ലീഷിലല്ല ക്ലാസ് കേൾക്കുന്ന ആൾമാർ ഞങ്ങൾ കറക്റ്റ് കേൾക്കണം. ഓരോ വ്യക്തിയുടെ പേര് ഇപ്പൊ ചൊല്ലകൂ ടൈമില്ല അങ്ങനെ ചൊന്ന് ഇന്നത് കേൾക്കാണ്ട് ചൊന്ന് ചമ്മ ടൈം എടുക്കും. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത ആക്കണം. ഇന്ന വ്യക്തി ഇയാളുടെ മൻഹജ് സരിയുണ്ടാ, ഇയാൾ സരിയുള്ള വ്യക്തിയാ ചൊന്തു ഞങ്ങൾ പരിശോധിച്ചിട്ടായിട്ടിക്കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്താക്കണായത് ക്ലാസ്സസ് അല്ല ഞങ്ങൾ കേൾക്കണായത്. ആ വിഷയത്തിൽ പ്രത്യേകമായി ഒരു ശ്രദ്ധ. കാരണം ഇതെല്ലാം ഞങ്ങളെ പരലോകവുമായി ബന്ധപ്പെട്ട ഞങ്ങളെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിക്കറ് ചൊന്തു ഇവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണായിട്ടിക്കറ്. അതുകൊണ്ടിട്ടു ഖുർആനും സുന്നത്തും മൻഹജു സലഫ് അനുസരിച്ചിട്ട് പഠിക്കുകയും അത് ഞങ്ങളെ ജീവനത്തുകു കൊമ്പറകും ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ആ മൻഹജു സലഫ് വിട്ടിട്ടു ഖുർആനും സുന്നത്തരെ മനസ്സിലാക്കുക ഞങ്ങൾക്ക് വേറെ ഒരു തെരുവില്ല ചൊന്തും ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണായിട്ടിക്കറ്. അതേപോലെ ഈ മൻഹജു സലഫ് ചൊല്ലത് അത് ഏതെങ്കിലും ചില വ്യക്തിമാരുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തുക ഉള്ളതല്ല. ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന വിഭാഗം മൻഹജു സലഫിലുണ്ട്, ബാക്കിയെല്ലാം മൻഹജു സലഫിനെ പുറത്ത് അങ്ങനില്ല. അത് മൻഹജു സലഫ് ആറല്ല ഫോളോ ആക്കുറാറാ, സ്വഹാബിരങ്ങൾ മൻഹജ് ആറല്ല പിൻപറ്റാറാ, ഖുർആനെയും ഹദീസരെയും സ്വഹാബിരങ്ങൾ മൻഹജ് അനുസരിച്ചിട്ട് ആറല്ല ഫോളോ ആക്കുറാറാ. അങ്ങയെല്ലാം ഈ മൻഹജു സലഫ് ആൾമാരായിട്ടിക്കറാർ. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തുക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആരും ആക്കരുത് ഒരിക്കലും ശരിയല്ല ചൊന്നിട്ടു ഇതിലൊട്ടിക്ക് ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കണം സഹോദരന്മാരെ. ഈ സ്വഹാബിരങ്ങളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നതുപോലെ സ്വഹാബിരങ്ങളെ ഞങ്ങളെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടണമുണ്ടായെങ്കിൽ ഞങ്ങളെ ചരിത്രം ഞങ്ങൾ പഠിക്കണം. അതേതെങ്കിലും ഒരു ക്ലാസ് രണ്ട് ക്ലാസ് കേട്ടിട്ടല്ല, ഞങ്ങളെ ചരിത്രത്തെ വിശാലമായിട്ട് ഞങ്ങൾ പഠിക്കണം. അങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ബന്ധത്തെ ഞങ്ങൾ പഠിക്കണം. അത് പഠിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ആറ് സ്വഹാബിമാർ അങ്ങ് ദീനിക്ക് എന്തിനാക്കിറാറ് ചൊന്തു ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് പഠിക്കാത്തത് കൊണ്ടായിട്ടിക്കറുണ്ട് ചില ആൾമാർ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കു അതെല്ലാം വിട്ടിട്ടു പിന്നെ ഇസ്ലാമിക്ക് വിരുദ്ധമായ അഹ്ലുസുന്നത്തിക്ക് വിരുദ്ധമായ
വാദവും വിശ്വാസവും ചില ആൾമാർ ചൊല്ലത് അത് പഠിക്കാത്തത് കൊണ്ടായിട്ടിക്കരു. അതുകൊണ്ട് ദീനിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിக்கிறതാ ഇങ്ങനെയുള്ള സംരംഭത്തെ ഞങ്ങൾ യാറെ യൂസ് ആക്കണു, അത് പഠിക്കുക ഞങ്ങൾ റെഡി ആവണു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ ഒരു ചെറിയ ഒരു ഭാഗം, അതായത് ഈ സ്വഹാബിരങ്ങളെ ഇടയിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, ഈ വേറെ വേറെ ഷിയാക്കന്മാരാവട്ടു, ഖവാരിജരങ്ങാവട്ടു, മുഅ്തസില ആവട്ടു, ഈ വിഭാഗമുള്ള സ്വഹാബിരങ്ങളുടെ ഇടയിൽ നിന്നിട്ട് പിന്നെ ഉള്ള കാലത്ത് ഉണ്ടാവുകയുള്ള കാരണം എന്തിന്, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചരിത്രം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖിനെങ്കിൽ ഞങ്ങൾ പഠിക്കാം. അല്ലാഹു അതൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനാ സിഗാറ. اللهم رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.